ബീഹാർ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ മാസം നടത്തിയ പ്രിലിമിനറി പരീക്ഷകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരാഹാര സമരവുമായി ജൻസൂരജ് പാർട്ടി സ്ഥാപകൻ പ്രശാന്ത് കിഷോറും രംഗത്ത്. പട്നയിൽ ഗാന്ധി മൈതാനത്താണ് പ്രശാന്ത് കിഷോർ നിരാഹാര സമരം നടത്തുന്നത്. BPSC ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ മരണം വരെ നിരാഹാര സമരം കിടക്കുമെന്നാണ് പ്രശാന്ത് കിഷോർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിലിമിനറി പരീക്ഷകൾ റദ്ദാക്കി പുനഃപരീക്ഷ നടത്തണം എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്ന പ്രശാന്ത് കിഷോർ സംസ്ഥാനത്തെ സർക്കാർ ജോലികളുമായി ബന്ധപ്പെട്ട് അഴിമതിയും ആരോപിച്ചിരുന്നു. BSc നടത്തിയ പരീക്ഷയിലൂടെ നികത്താനുള്ള ഒഴിവുകളിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ കൈമാറിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് തിങ്കളാഴ്ച പ്രശാന്ത് കിഷോർ 48 മണിക്കൂർ സമയം നൽകിയിരുന്നു. ഇല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. വിദ്യാർത്ഥികളുടെ ഭാവിക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നും നമുക്ക് പിന്നീട് രാഷ്ട്രീയം കളിക്കാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പോലീസിന്റെ ലാത്തിചാർജിനെയും ജലപീരങ്കിയെയും അതിജീവിച്ച് ഉദ്യോഗാർത്ഥികൾ കൊടും തണുപ്പിൽ പ്രതിഷേധിക്കുമ്പോൾ നിതീഷ് കുമാർ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി നല്ല സമയം ചിലവഴിക്കുന്നു. രാജ്യതലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകർ സമരത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളുമായി സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരക്ഷരം പോലും പറഞ്ഞില്ല എന്നാണ് പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തിയത്. തിങ്കളാഴ്ച ബീഹാർ ചീഫ് സെക്രട്ടറി അമൃത്ലാൽ മീണയെ പ്രതിഷേധക്കാരുടെ പ്രതിനിധി സംഘം കണ്ടിരുന്നു. എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് കൃത്യമായ ഉറപ്പോ സമയക്രമമോ ലഭിച്ചില്ലെന്നാണ് സമരക്കാർ പറയുന്നത്. ഞായറാഴ്ച പട്നയിൽ BPSC ഉദ്യോഗാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പ്രശാന്ത് കിഷോറിനെതിരെ കേസെടുത്തിരുന്നു. സമരക്കാരെ പ്രോത്സാഹിപ്പിച്ച് തെരുവിലിറക്കി ഗതാഗത തടസ്സമുണ്ടാക്കി തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് പ്രശാന്ത് കിഷോറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പ്രശാന്ത് കിഷോറിനൊപ്പം ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കഴിഞ്ഞയാഴ്ച നിതീഷിന്റെ വസതിയിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അതേസമയം നേരത്തെ സദർ SDM ഗൗരവ് കുമാർ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ കാണുകയും BPSC സെക്രട്ടറിയെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. സമരം അവസാനിപ്പിച്ച് വിഷയം BPSC ഓഫീസറുമായി ചർച്ച ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കാൻ SDM ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾ ഇത് നിരസിക്കുകയും മുഖ്യമന്ത്രിയെ കാണുമെന്ന് അറിയിക്കുകയുമായിരുന്നു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെയല്ലാതെ മറ്റാരെയും കാണില്ലെന്ന് വിദ്യാർത്ഥികൾ ഉറപ്പിച്ചു പറഞ്ഞതോടെ മഞ്ഞുപാളികൾ തകർക്കാൻ ജില്ലാ ഭരണകൂടം നടത്തിയ ശ്രമങ്ങൾ ഫലമൊന്നും കണ്ടതുമില്ല. അദ്ദേഹത്തിനു മാത്രമേ നമുക്കുള്ള പരിഹാരം നൽകാൻ കഴിയൂവെന്നും വിദ്യാർത്ഥികളുടെ വലിയ താല്പര്യം മുൻനിർത്തി സമരം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി യുക്തിസഹജമായ വഴി കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ധർണയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി പറഞ്ഞിരുന്നു.